നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രം ഡാർക്ക്നെസ് ഓഫ് എ മാനിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഇന്റർപോൾ ഓപ്പറേറ്റീവായ റസൽ ഹാച്ചിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു കഫയിലിരുന്ന് റസൽ ഒരു ഡ്രിങ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ കടന്നു വന്നു. എസ്തർ എന്നായിരുന്നു അവരുടെ പേര്. റസലിന്റെ ഇൻഫോർമെന്റായി വർക്ക് ചെയ്തിരുന്ന അവർ യാഥാർത്ഥ്യത്തിൽ റസലിന്റെ മുൻകാല കാമുകി കൂടിയായിരുന്നു. അവർ വിവാഹം കഴിക്കാൻ ഇരുന്നതുപോലുമായിരുന്നു. പക്ഷേ എസ്തറിന്റെ ചേട്ടൻ മാർക്കോ അതിനെതിരെ നിന്നു. അങ്ങനായിരുന്നു അവരുടെ വിവാഹം നടക്കാതെ പോയത്. എസ്തറിനിപ്പോൾ ഒരു മകനുണ്ട്. അന്ന് കഫയിൽ വെച്ച് എസ്തർ റസലുമായി സംസാരിക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ മകനെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് റസലിനെ നോക്കാൻ സാധിക്കുമോ എന്ന് എസ്തർ റസലിനോട് ചോദിച്ചു. സാധിക്കുമെന്നായിരുന്നു റസലിന്റെ മറുപടി. എസ്തർ എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് മനസ്സിലാക്കിയ റസൽ ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത്ര എളുപ്പത്തിൽ എസ്തർ ഒന്നും വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല. പകരം തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ മകനെ പൊന്നുപോലെ നോക്കുമെന്ന് വാക്ക് തരുവാൻ എസ്തർ റസലിനോട് പറഞ്ഞു. റസലിനെ കൊണ്ട് സത്യവും ചെയ്യിപ്പിച്ചു. റസൽ സമ്മതിച്ച സമാധാനത്തിൽ എസ്തർ അന്ന് കഫേ വിട്ടു പോവുകയാണ്. എന്നിരുന്നാലും എസ്തറിന്റെ കാര്യമെന്താണ്, എസ്തർ എന്താണ് ഭയക്കുന്നത് എന്നറിയുവാൻ റസൽ എസ്തറിനെ രഹസ്യമായി ഫോളോ ചെയ്തിരുന്നു. എസ്തറിന്റെ വീടിന് ഫ്രണ്ടിലേക്ക് എത്തിയ റസൽ കണ്ടത് എസ്തറിന്റെ വീടിന്റെ അകത്തേക്ക് ഒരു സംഘം മാസ്ക് വെച്ച ആളുകൾ ആക്രമിച്ച് കടന്നു കയറാൻ ശ്രമിക്കുന്നതാണ്. റസൽ അവരെ തടയാൻ ശ്രമിച്ചു. ഒരു ഷൂട്ടൌട്ട് തന്നെ ഉടലെടുത്തു. റസലിന്റെ ഷോൾഡർ ഭാഗത്ത് വെടിയേറ്റു. റസൽ മയക്കത്തിലായി. ഇതിനിടയിൽ എസ്തർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 2 വർഷത്തിനു ശേഷം റസലിന് അപ്പോഴും എസ്തറിനെ വിട്ടുമറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. താൻ നോക്കി നിൽക്കുകയാണല്ലോ എസ്തർ കൊല്ലപ്പെട്ടത് എന്നതൊക്കെ റസലിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എസ്തറിനു വേണ്ടി പ്രതികാരം ചെയ്യണം എന്നും റസലിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എസ്തറിന്റെ കൊലപാതകിയെ കണ്ടെത്തണം എന്ന് തീരുമാനിച്ച റസൽ തന്റെ ഇന്റർപോൾ സ്പെഷ്യൽ ഏജന്റ് ജോലി തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് അതിനു പിന്നിൽ തിരിയുവാൻ തീരുമാനിക്കുന്നു. അന്ന് പതിവ് പോലെ എസ്തറുടെ മകൻ ജെയ്ഡനെ റസൽ പോയി സ്കൂളിൽ നിന്നും പിക്ക് ചെയ്യുകയാണ്. എസ്തറിന് വാക്കുകൊടുത്ത പോലെ ജെയ്ഡനെ സംരക്ഷിക്കുവാൻ റസൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജെയ്ഡന് റസലിനെ വലിയ കാര്യമായിരുന്നില്ല. തന്റെ ഒരു ഡ്രൈവറെ പോലായിരുന്നു ജെയ്ഡൻ റസലിനെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ജെയ്ഡനെ ഡ്രോപ്പ് ചെയ്ത ശേഷം ജെയ്ഡന്റെ മുത്തച്ഛൻ, അതായത് എസ്തറിന്റെ അച്ഛൻ മിസ്റ്റർ കിമ്മിനെ കാണുവാൻ അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് റസൽ ചെല്ലുകയാണ്. റസൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മിസ്റ്റർ കിമ്മും മിസ്റ്റർ കിമ്മിന്റെ മൂത്ത മകനായ മാർക്കോയും തമ്മിൽ വലിയ വാക്കുതർക്കം നടക്കുകയായിരുന്നു. ഈ മാർക്കോ കാരണമായിരുന്നു റസലിനും എസ്തറിനും പണ്ട് പിരിയേണ്ടി വന്നത്. മിസ്റ്റർ കിം ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. മാർക്കോ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും റസൽ മിസ്റ്റർ കിമ്മുമായി സംസാരിച്ചു. തന്റെ കൊച്ചുമകനെ സംരക്ഷിക്കുന്നതിനും ടേക്ക് കെയർ ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട് എന്ന് മിസ്റ്റർ കിം റസലിനോട് പറഞ്ഞു. താൻ എസ്തറിന് വാക്കുകൊടുത്തതാണെന്നും അവനെ ടേക്ക് കെയർ ചെയ്യുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുമായിരുന്നു റസലിന്റെ മറുപടി. അന്ന് റസൽ പോകുന്നതിനു മുമ്പ് അടുത്തുള്ള ചർച്ചിലേക്ക് ഈ ഒരു പെട്ടി ഡൊണേഷൻ എത്തിച്ചേക്കാമോ എന്ന് മിസ്റ്റർ കിം റസലിനോട് തിരക്കി. പള്ളിയുടെ അഡ്രസ്സും മിസ്റ്റർ കിം പറഞ്ഞുകൊടുത്തു. റസലും അതോടെ ആ ഡൊണേഷൻ ബോക്സ് സ്വീകരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. രാത്രിയിൽ പിന്നീട് റസൽ ഒരു നൈറ്റ് ക്ലബിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് മദ്യപിക്കാൻ നേരം റസലിന്റെ പഴയ ഏജൻസിയിലെ ഒരു മെമ്പർ റസലിനെ കാണാനെത്തി. വീണ്ടും തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തുകൂടെ, റീജോയിൻ ചെയ്യടോ എന്നൊക്കെ റസലിനോട് പറഞ്ഞു. പക്ഷേ റസൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതുകൊണ്ട് അപ്പോൾ അതിന് തയ്യാറാകുന്നില്ല. എസ്തറിനെ കൊന്നവരെ കണ്ടെത്തി കൊലപ്പെടുത്തണം എന്നത് മാത്രമായിരുന്നു റസലിന്റെ ഉള്ളിൽ. കഥ അവിടെ നിന്നും എസ്തറിന്റെ സഹോദരൻ മാർക്കോയിലേക്ക് തിരിയുന്നു. മാർക്കോയും ഒരു ക്ലബിനകത്തായിരുന്നു. മാർക്കോ വല്ലാതെ ക്ഷുഭിതനായി കാണപ്പെട്ടിരുന്നു. അച്ഛൻ മിസ്റ്റർ കിമ്മുമായുള്ള വാക്കുതർക്കത്തിന്റെ പരിണിത ഫലമായിരുന്നു അത്. എസ്തർ മരണപ്പെട്ടിട്ടും മിസ്റ്റർ കിം തന്റെ പക്കലുള്ള സമ്പത്തുകളുടെ ഭൂരിഭാഗവും ഇപ്പോഴും കൈയടക്കി തന്നെ വെച്ചിരിക്കുകയാണ്. മൊത്തം മാർക്കോക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അത് മുഴുവനായും തനിക്ക് വേണം എന്നായിരുന്നു മാർക്കോവിനുണ്ടായിരുന്നത്. മാത്രമല്ല മിസ്റ്റർ കിം ഇങ്ങനെ റസലുമായി നല്ലൊരു ബന്ധം വെച്ചു പുലർത്തുന്നതും മാർക്കോക്ക് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയമാണ് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നത്. നിലവിൽ മിസ്റ്റർ കിം സൂപ്പർ മാർക്കറ്റൊക്കെ പുറമോടിയായി നടത്തിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലും മിസ്റ്റർ കിം യാഥാർത്ഥ്യത്തിൽ ഒരു ഏഷ്യൻ മാഫിയ ബോസായിരുന്നു. മാർക്കോയും അച്ഛന്റെ ഒപ്പം ചേർന്ന് അത്തരത്തിൽ ഇല്ലീഗൽ ബിസിനസ് ഒക്കെ നടത്തിയാണ് ജീവിക്കുന്നത്. അമേരിക്കയുടെ പല ഭാഗത്തും നിയമവിരുദ്ധ ബിസിനസ്സുകളും മറ്റും അവർ നടത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇന്റർപോൾ ഏജന്റായ റസലിൽ നിന്നും മാർക്കോ തന്റെ സഹോദരിയെ അകറ്റി നിർത്തിയതും. അടുത്ത ദിവസവും പതിവ് പോലെ റസൽ ജെയ്ഡനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു. അന്ന് പോകുമ്പോ മാർക്കോയും
മാർക്കോയും മിസ്റ്റർ കിമ്മും തമ്മിൽ എന്താണ് പ്രശ്നമെന്നും അവർ തമ്മിൽ എപ്പോഴും ഈ വഴക്കുണ്ടാകുന്നത് എന്തിനാണ് എന്നും റസൽ ജെയ്ഡനോട് ചോദിച്ചു. പക്ഷേ ജെയ്ഡൻ തനിക്കറിയില്ലെന്നായിരുന്നു മറുപടി പറഞ്ഞത്. മാത്രമല്ല തനിക്കതിലൊന്നും ഇടപെടേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല എന്നും ജെയ്ഡൻ വ്യക്തമാക്കി. അത് കേട്ടതും റസൽ കൂടുതലായി ജെയ്ഡനോടൊന്നും ചോദിച്ചതുമില്ല. പതിവ് പോലെ ജെയ്ഡനെ റസൽ ഡ്രോപ്പ് ചെയ്തു. ആ സമയം മാർക്കോ ആവശ്യത്തേക്ക് വരികയും ജെയ്ഡനോട് തന്റെ കാറിൽ കയറാൻ ആവശ്യപ്പെടുകയുമുണ്ടായി. അമ്മാവനാണല്ലോ, അതുകൊണ്ട് തന്നെ ജെയ്ഡൻ മാർക്കോയുടെ കാറിൽ കയറി. മാർക്കോ ജെയ്ഡനെയും കൂട്ടി ഒരിടത്തേക്ക് പോയി. അവിടെ ചെന്നതും ജെയ്ഡനോട് നിയമവിരുദ്ധമായ കുറച്ച് ചരക്കുകൾ കൈകാര്യം ചെയ്യുവാനും മറ്റും മാർക്കോ നിർദ്ദേശിച്ചു. ജെയ്ഡൻ പറ്റില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും ഭീരുവായിട്ടുള്ളത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് മാർക്കോ ജെയ്ഡനെ കുറ്റപ്പെടുത്തി. പിന്നാലെ ധൈര്യക്കുറവുണ്ടേ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് തന്റെ ഗണ്ണെടുത്ത് മാർക്കോ ജെയ്ഡന് കൊടുത്തു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് മാർക്കോ പറഞ്ഞ് ജെയ്ഡൻ ഇറങ്ങിത്തിരിക്കുകയാണ്. മറുവശത്ത് ഇതേ സമയം റസൽ പതിവ് പോലെ മിസ്റ്റർ കിമ്മിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. അന്നും പോകുന്നതിനു മുമ്പ് ഡൊണേഷൻ ബോക്സ് പള്ളിയിലേക്ക് കൊടുത്തേക്കാമോ എന്ന് മിസ്റ്റർ കിമ്മ് ചോദിച്ചു. റസൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഡൊണേഷൻ ബോക്സ് എടുക്കാൻ റസൽ തിരിഞ്ഞതും റഷ്യൻ മാഫിയയുടെ ഭാഗമായ രണ്ടുപേർ മിസ്റ്റർ കിമ്മിന്റെ ഷോപ്പിലേക്ക് ഇടിച്ചു കയറി വന്നു. മിസ്റ്റർ കിമ്മിന് നേരെ തോക്ക് ചൂണ്ടി മിസ്റ്റർ കിമ്മിനെ ഭീഷണിപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. മിസ്റ്റർ കിമ്മിന്റെ കയ്യിലുള്ള ചിലതൊക്കെ അവരുടെ ബോസായ റഷ്യൻ മാഫിയ ബോസിന് കൈമാറണം എന്ന് പറഞ്ഞായിരുന്നു ഭീഷണിപ്പെടുത്തൽ. മിസ്റ്റർ കിം അതിന് വഴങ്ങിയില്ലെങ്കിൽ മിസ്റ്റർ കിമ്മിനെ കൊന്നുകളയും എന്നും അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് റസലിനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. റസൽ ഉടൻ തന്നെ ആ ഗ്യാങ്സ്റ്ററെ കടന്നാക്രമിക്കുകയാണ്. റസൽ ഒരു ഗ്യാങ്സ്റ്ററെ കീഴ്പ്പെടുത്തിയതും അടുത്തയാൾ ഭയന്ന് അവിടെ നിന്ന് ഇറങ്ങിയോടി. അവർ പോയതിനു പിന്നാലെ പോലീസിനെ വിളിക്കുവാൻ മിസ്റ്റർ കിമ്മിനോട് റസൽ പറഞ്ഞെങ്കിലും എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞ് മിസ്റ്റർ കിം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആ സമയം മിസ്റ്റർ കിമ്മും മാർക്കോയും മാഫിയയുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് റസലിന് അറിവുമുണ്ടായിരുന്നില്ല. താൻ ഡൊണേഷൻ ബോക്സ് ചർച്ചിലെത്തിച്ചിട്ട് തിരിച്ചു വരാം, അതുവരെ എവിടെയും പോവാതെ സുരക്ഷിതമായി ഇവിടെ തന്നെ നിന്നു എന്ന് റസൽ മിസ്റ്റർ കിമ്മിനോട് പറഞ്ഞു. റസൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് രണ്ട് പോലീസുകാരന്മാർ നടന്നു വരുന്നുണ്ടായിരുന്നു. അവരുടെ പെരുമാറ്റവും പ്രവൃത്തികളുമൊക്കെ റസലിൽ സംശയമുണ്ടാക്കുന്നുണ്ട്. കാര്യങ്ങൾ ശരിയല്ലല്ലോ എന്ന് തോന്നിയ റസൽ അവരുടെ എതിരെ ചെന്നു. പക്ഷേ അവിടെ വെച്ചും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും പോലീസുകാർ ശരിയല്ലെന്ന് തോന്നിയ റസൽ അവരെ കൈകാര്യം ചെയ്ത് ഇടിച്ചു വീഴ്ത്തുകയുമാണ്. റസൽ പോവാൻ തുടങ്ങിയപ്പോഴേക്കും മാർക്കോയും ഗ്യാങ്ങും അങ്ങോട്ടേക്ക് വന്നിരുന്നു. മാർക്കോയുടെ ഗ്യാങ് റസലിനെ ആക്രമിക്കാൻ തുടങ്ങി. റസൽ നോക്കി നിൽക്കുമോ തിരികെ കടന്നാക്രമിച്ചു. ഒടുവിൽ മാർക്കോയെ റസൽ ഗൺ പോയിന്റിലാക്കി. റസലിനോട് സമാധാനപ്പെടാൻ പറഞ്ഞ മാർക്കോ നമുക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാം എന്ന് പറയുകയാണ്. അതോടെ റസലെ തോക്ക് താഴ്ത്തി. ശേഷം അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. റസലിനെ ആക്രമിച്ച് ആ രണ്ട് പോലീസുകാരുണ്ടല്ലോ, അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ താൻ ഏർപ്പാടാക്കിയിരുന്നവരാണവർ എന്ന് മാർക്കോ ആ സമയം റസലിനോട് പറഞ്ഞു. ലസാർ എന്നു പേരുള്ള റഷ്യൻ മാഫിയ ഗ്രൂപ്പ് തലവൻ തന്റെ സംഘത്തെ ഉപയോഗിച്ച് മിസ്റ്റർ കിമ്മിനെ കഴിഞ്ഞ 2 കൊല്ലമായി ഹരാസ് ചെയ്യുന്നുണ്ട്. അതേ ലസാറും ആളുകളുമാണ് എന്റെ സഹോദരി എസ്തറിനെ കൊന്നുതള്ളിയതും. മിസ്റ്റർ കിമ്മിന് സിറ്റിയിൽ കസീനോസും കുറെ ഷോപ്പുകളുമുണ്ട്. അതൊക്കെ ലസാറിന് വേണമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ലസാർ ഞങ്ങളുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ലസാർ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ നൈറ്റ് ക്ലബ്ബുകളും കരോക്കേസും ഒക്കെ അതുകൊണ്ട് വലിയ പ്രശ്നത്തിലുമാണ്. മിസ്റ്റർ കിമ്മിന്റെ വിശദീകരണം മുഴുവൻ അല്പം അതിശയത്തോടെയായിരുന്നു റസൽ കേട്ടതുപോലും. ലസാറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ റസൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ മാർക്കോക്കും കിമ്മിനും വേണ്ടിയായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ട എസ്തറിനെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്ന് റസൽ ഉറപ്പിച്ചിരുന്നതുകൊണ്ട് ലസാറിനെ കൈകാര്യം ചെയ്യാനും അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. റസൽ അവിടെ നിന്ന് പോയത് തന്റെ അയൽവക്കക്കാരനും കൂട്ടുകാരനുമായ ഡേവിഡിനടുത്തേക്കായിരുന്നു. ഡേവിഡ് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലസാറിന്റെ ആളുകളിൽ നിന്നും കയ്യിൽ കിട്ടിയിരുന്ന കുറച്ച് ഇല്ലീഗൽ ഐറ്റംസ് ലസാർ ഡേവിഡിനെ കാണിച്ചു. നീ ഈ ഐറ്റം കണ്ടോ, ഇത് സപ്ലൈ ചെയ്യുന്നവരെ എനിക്ക് കിട്ടണം, നിനക്ക് ഈ സാധനം പരിചയമുണ്ടാവുമല്ലോ, ഇത് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നീ അവരെ വിളിച്ചു വരുത്ത്, ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് റസൽ ഡേവിഡിനോട് പറഞ്ഞു. ഡേവിഡ് അത് കണ്ട് ആദ്യം ഭയപ്പെടുന്നുണ്ട്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ, റസൽ തന്നെ ട്രാപ്പ് ചെയ്യുകയാണോ എന്നൊക്കെ ഡേവിഡ് സംശയിച്ചിരുന്നു. പക്ഷെ റസൽ നിർബന്ധിച്ചപ്പോ ഡേവിഡ് അതിന് തയ്യാറായി. ഒടുവിൽ സാധനം വരും എന്ന് പറഞ്ഞ ഇടത്തേക്ക് റസലും ഡേവിഡും ചെന്നെത്തുകയാണ്. അവിടെ 3 കൊറിയർ ബോയ്സ് അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. അതിലൊരാൾ ജെയ്ഡനായിരുന്നു. ജെയ്ഡനെ കാണുന്നതും റസൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇല്ലീഗൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുവാൻ നിന്നെ ആരാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിച്ച് റസൽ ജെയ്ഡനെ ചോദ്യം ചെയ്തു. അവനോട് അവിടെ നിന്ന് നേരെ കാറിൽ പോയിരിക്കാൻ പറഞ്ഞു. ഈ സമയം മറ്റ് 2 കൊറിയർ ബോയ്സും റസലിനെ ആക്രമിക്കുകയാണ്.
പിന്നെ അവിടെ നടന്നതൊരു ഏറ്റുമുട്ടലായിരുന്നു. ആ 2 കൊറിയർ ബോയ്സിനെയും അടിച്ചിട്ട് റസൽ കാറിൽ ജെയ്ഡനുമായി അവിടെ നിന്ന് മടങ്ങുകയാണ്. മൊത്തത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട് എന്ന് റസലിന് തോന്നുന്നുണ്ടായിരുന്നു. ജെയ്ഡനെ കൊണ്ട് തന്റെ റെന്റഡ് ഹൗസിലേക്ക് എത്തിയ റസൽ ജെയ്ഡനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആരാണ് ജെയ്ഡനെ ഈ ജോലികൾ ഏൽപ്പിച്ചത് എന്നായിരുന്നു റസൽ ആദ്യമേ തിരക്കിയത്. ഭയന്നു പോയിരുന്ന ജെയ്ഡനാകട്ടെ മറുപടി പറയുന്നതിനു പകരം പേടിച്ച് കരയാൻ തുടങ്ങി. ഒരു നിമിഷം കഴിഞ്ഞതും പേടിച്ച് അവൻ അവിടെ നിന്നിറങ്ങി പുറത്തേക്കോടി. റസൽ പിന്നാലെ ഇറങ്ങിച്ചെല്ലാൻ നോക്കിയെങ്കിലും ആരോ റസലിനെ പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തുകയാണ്. ബോധം തെളിയുമ്പോൾ റസൽ ആശുപത്രിയിലായിരുന്നു. റസലിന്റെ കസിനായ ആലീസ് റസലിന്റെ അടുത്തുമുണ്ട്. 2 ദിവസമായി റസൽ കോമയിലായിരുന്നു. ഇപ്പോഴാണ് ഉണർന്നത് എന്ന് ആലീസ് റസലിനെ അറിയിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്ന് റസലിനൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മിസ്റ്റർ കിം എന്നു പേരുള്ള ഒരു വ്യക്തി റസലിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നെന്നും ജെയ്ഡൻ മിസ്സിംഗ് ആണെന്നും ആലീസിൽ നിന്നും റസൽ ആ സമയം അറിഞ്ഞു. ജെയ്ഡനെ തട്ടിക്കൊണ്ടു പോയിരിക്കുക ലസാറും സംഘവുമായിരിക്കും. തന്നെ അടിച്ചു വീഴ്ത്തിയതും ലസാറിന്റെ ആളുകളായിരിക്കും എന്ന് റസൽ ആ നിമിഷം ഉറപ്പിക്കുകയാണ്. വൈകാതെ റസൽ അവിടെ നിന്ന് പുറപ്പെടാനൊരുങ്ങി. ആ സമയം തന്റെ ഒരു കൊളീഗിനെ റസൽ കണ്ടെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രവർത്തിക്കുവാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. അതോടെ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുവാൻ റസൽ തീരുമാനിക്കുന്നു. ലസാറിനെയും ആളുകളെയും റസൽ നിരീക്ഷിക്കുകയാണ്. എതിർവശത്തുള്ള ബിൽഡിങ്ങിന് മുകളിൽ ഒരു സ്നൈപ്പർ ഗണ്ണുമായി കയറി ലസാറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും പരിസരവും ഒക്കെ തന്നെ റസൽ നിരീക്ഷിച്ചു. നിരവധി ഗാർഡുകൾ അവിടെ ഉണ്ടായിരുന്നു. നേരിട്ട് ചെന്നൊരു ആക്രമണം അത്ര എളുപ്പമാകില്ല എന്ന് റസലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്നുകൊണ്ടുള്ള ആക്രമണം റസൽ ആരംഭിക്കുന്നു. ദൂരെ നിന്നും ലസാറിന്റെ കാറ് കണ്ട് അതിലേക്ക് റസൽ ഷൂട്ട് ചെയ്തു. നിർഭാഗ്യവശാൽ ലസാർ അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ലസാറിന്റെ വലങ്കയ്യായ അന്റോണിയോ ആയിരുന്നു ആ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അന്റോണിയോ വീണെന്നുറപ്പായതും അന്റോണിയോ കടുത്തെത്തിയ റസൽ ജെയ്ഡൻ എവിടെയെന്ന് അവനടുക്കൽ ചോദിച്ചു. പക്ഷേ ഏറെ ക്ഷോഭം പൂണ്ടിരുന്ന അന്റോണിയോ ആകട്ടെ ജെയ്ഡൻ എവിടെയെന്ന് പറഞ്ഞില്ല. മാത്രമല്ല തന്റെ ആളുകൾ റസലിനെ ഇനി വെച്ചേക്കില്ല എന്നും ഒരു വെല്ലുവിളിയോടെ അന്റോണിയോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും ക്ഷോഭം പൂണ്ട റസൽ അന്റോണിയോയെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. ഇതേ സമയം ലസാർ ആകട്ടെ മറ്റൊരു നൈറ്റ് ക്ലബിൽ തന്റെ ആളുകൾക്കൊപ്പം എൻജോയ് ചെയ്യുകയായിരുന്നു. ലസാറിനെ പറ്റി അന്വേഷിച്ചു പിടിച്ച് റസലും അതേ നൈറ്റ് ക്ലബിലേക്ക് എത്തിച്ചേരുകയാണ്. ലസാറിന്റെ ബോഡി ഗാർഡ്സിൽ ഒരാളെ വിദഗ്ധമായി പിടിച്ച് റസൽ കൊലപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞ് ലസാർ ക്ലബ്ബ് വിട്ടിറങ്ങുകയാണ്. ലസാർ തന്റെ കാറിൽ കയറി കാറ് കുറച്ചു ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു. പെട്ടെന്നാണ് ലസാർ തിരിച്ചറിയുന്നത് തന്റെ കൂടെയിരിക്കുന്ന ബോഡി ഗാർഡ് റസലിലാണെന്ന കാര്യം. പിന്നെ പറയണ്ടല്ലോ, കാറിനുള്ളിൽ ഷൂട്ടൌട്ടും ഫൈറ്റും ഉടലെടുക്കുകയാണ്. വിദഗ്ധമായി പോരടിച്ച് ലസാറിന്റെ ബോഡി ഗാർഡുകളെയും ഡ്രൈവറെയും അടക്കം വകവരുത്താൻ റസലിന് കഴിഞ്ഞു. ശേഷം റസലും ലസാറും തമ്മിൽ ഒരു ഫൈറ്റ് ആരംഭിച്ചു. സ്കിൽഡായിരുന്ന റസലിന് ലസാറിനെ ഷൂട്ട് ചെയ്ത് താഴെ വീഴ്ത്താൻ അധികം നേരമെടുത്തില്ല. കാലിൽ വെടിയേറ്റ് ലസാർ താഴെ വീണു. ഉടൻ തോക്ക് ചൂണ്ടി ലസാറിന്റെ നേരെ ചെന്ന റസൽ ജെയ്ഡൻ എവിടെയെന്ന് ലസാറിനോട് ചോദിച്ചു. എന്തിനാണ് എസ്തറിനെ കൊന്നതെന്നും തിരക്കി. ആ സമയമാണ് ലസാർ പറയുന്നത് താൻ ജെയ്ഡനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എസ്തറിനെ കൊന്നതും താനല്ല, തന്റെ ആളുകളുമല്ല. താനൊരിക്കലും മാഫിയയിലെ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ എതിരെ തിരിക്കാറില്ല. കാര്യം ഈ സിറ്റിയുടെ അധികാരം എനിക്ക് വേണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ എന്ന് കരുതി നീചമായ പ്രവൃത്തികളൊന്നും താൻ ചെയ്യാറില്ല. എസ്തറിനെ കൊന്നത് എസ്തർ തങ്ങളെ ഒറ്റുമെന്ന് കരുതിയ മാർക്കോയും എസ്തറിന്റെ അച്ഛൻ മിസ്റ്റർ കിമ്മും കൂടിയാണ് എന്ന കാര്യവും ലസാർ വെളിപ്പെടുത്തുകയാണ്. ഞെട്ടലോടെയായിരുന്നു റസൽ അത് കേട്ടത്. മാർക്കോക്ക് തന്റെ അച്ഛന്റെ സ്വത്ത് മുഴുവൻ വേണമായിരുന്നു. അതിനുവേണ്ടി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തിട്ടായിരുന്നു മാർക്കോയും എസ്തറെ കൊല്ലാൻ കൂട്ടുനിന്നത്. മാർക്കോയും മിസ്റ്റർ കിമ്മും ചേർന്ന് ലസാറിനെതിരെ തന്നെ തിരിച്ച് ലസാറിനെ ഇല്ലായ്മ ചെയ്ത് അവരുടെ ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കാൻ നോക്കുകയായിരുന്നു എന്ന് റസൽ തിരിച്ചറിഞ്ഞു. താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടും റസൽ പിന്മാറിയില്ല. ലസാർ നാടിന് തന്നെ ഒരപകടമായതുകൊണ്ട് ലസാറിനെ റസൽ വെടിവെച്ച് കൊന്നുകളഞ്ഞു. റസൽ തിരികെ തന്റെ വീട്ടിലേക്കെത്തി. അപ്പോഴേക്കും ആക്രമണത്തിന്റെ ക്ഷീണം കൊണ്ടും മറ്റും അവശതയിൽ റസൽ കുഴഞ്ഞു വീണിരുന്നു. പിറ്റേന്ന് പുലർച്ചെ റസൽ ഉണരുമ്പോൾ ആലീസ് അടുത്തുണ്ടായിരുന്നു. റസലിന്റെ അവസ്ഥ കണ്ട് വറീഡായ ആലീസ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. തലേന്ന് കുറച്ച് ഗുണ്ടകളുമായി എതിരിടേണ്ട വന്നെന്നും അതുകൊണ്ട് അവശതയിൽ വീണുപോയതാണ് എന്നും റസൽ മറുപടി പറഞ്ഞു. ആലീസിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് റസലിനുണ്ടായിരുന്നു. ജെയ്ഡൻ അതോടെ മാർക്കോയുടെ കസ്റ്റഡിയിലാണ് ഉണ്ടാവുക എന്ന് റസൽ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജെയ്ഡനെ തിരഞ്ഞ് ആ അവശതയിലും റസൽ പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. ആലീസ് തടഞ്ഞെങ്കിലും അത് കേൾക്കുവാൻ റസൽ ഒരുക്കമായിരുന്നില്ല. മറുവശത്ത് ഇതേ സമയം മാർക്കോയും മാർക്കോയുടെ ആളുകളും തങ്ങളുടെ
തങ്ങളുടെ ശത്രുവായ ലസാർ ഇല്ലാതായത് സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും അങ്ങോട്ടേക്ക് റസൽ കടന്നു വന്നു. ജെയ്ഡനും അവിടെ ഉണ്ടായിരുന്നു. ലസാർ പറഞ്ഞത് സത്യമായിരുന്നു. റസലിനെ ലസാറിനെതിരെ തിരിച്ചുവിടുവാൻ ജെയ്ഡനെ കടത്തിവെച്ച് മാർക്കോ ചെയ്ത തന്ത്രമായിരുന്നു അത് മുഴുവൻ. മാർക്കോയുടെ ഗേൾഫ്രണ്ടിനെ ബന്ദിയാക്കിക്കൊണ്ടായിരുന്നു റസൽ കടന്നെത്തിയത്. പക്ഷേ മാർക്കോക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ എന്റെ ഗേൾഫ്രണ്ടിനെ അങ്ങ് കൊന്നുകളഞ്ഞേരെ, എനിക്ക് അവളോട് വലിയ സ്നേഹമൊന്നുമില്ല എന്ന് മാർക്കോ അങ്ങ് പറയുകയാണ്. മാർക്കോ പിന്നാലെ ജെയ്ഡന് തന്റെ ഗണ്ണ് കൊടുത്ത് റസലിനെ കൊന്നേക്കാൻ പറയുന്നു. ഈ സമയം റസലാകട്ടെ ജെയ്ഡന്റെ അമ്മ എസ്തറെ കൊലപ്പെടുത്തിയത് മാർക്കോയും മാർക്കോയുടെ ആളുകളും ചേർന്നിട്ടാണ് എന്ന കാര്യവും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും ജെയ്ഡനോട് വിശദമായി പറഞ്ഞു. അതോടെ റസലിന് നേരെ തോക്ക് ചൂണ്ടിയ ജെയ്ഡൻ തോക്ക് മാർക്കോക്കെതിരെ തിരിക്കുകയും ആ ഒരു വിദ്വേഷത്തിൽ മാർക്കോയെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. പൊടുന്നനെ റസൽ ഉണർന്ന് പ്രവർത്തിച്ചു. അവിടുണ്ടായിരുന്ന മാർക്കോയുടെ ആളുകളെ മുഴുവൻ റസൽ വെടിവെച്ചു കൊന്നു. പക്ഷേ ആ ഷൂട്ടൌട്ടിനിടയിൽ റസലിന്റെ വയറ്റിലും ഒരു ബുള്ളറ്റ് തുളഞ്ഞു കയറിയിരുന്നു. അവശനിലയിൽ റസൽ താഴെ വീണു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ എത്തിക്കപ്പെട്ടിരുന്ന റസൽ സുഖപ്പെട്ടിരുന്നു. സുഖപ്പെട്ടു കഴിഞ്ഞതും റസൽ മിസ്റ്റർ കിമ്മിനെ കാണുവാനെത്തി. മിസ്റ്റർ കിം തന്നെ ചതിച്ചതൊക്കെയും മനസ്സിലായിരുന്ന റസലിന് വലിയ ഡിസപ്പോയിന്റ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും റസൽ അതൊന്നും പ്രകടമാക്കിയില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് താൻ കരുതിയില്ല എന്ന് റസൽ അയാളോട് പറഞ്ഞു. ഞാനും വിചാരിച്ച പോലല്ല ഒന്നും നടന്നത്. മാർക്കോയും ഇപ്പോൾ തന്നെ വിട്ടുപോയി എന്ന് മിസ്റ്റർ കിം പറഞ്ഞു. മിസ്റ്റർ കിം ക്ഷുഭിതനാവുകയും റസലിന് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്തു. അവിടെ നിന്ന് പോവാനും ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കരുത് എന്നും മിസ്റ്റർ കിം റസലിനോട് പറഞ്ഞു. താൻ അല്ലെങ്കിലും ദൂരേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ റസൽ തനിക്ക് ഒരേ ഒരു കാര്യം അറിയണം എന്ന തരത്തിൽ അയാളോട് തിരക്കി. ശരിക്കും ചർച്ചിലേക്ക് എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ തന്നുവിട്ടിരുന്ന ആ ഡൊണേഷൻ ബോക്സിൽ എന്തായിരുന്നു എന്നതായിരുന്നു റസലിന്റെ ചോദ്യം. മയക്കുമരുന്നുണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽ ആയിരുന്നു അത്. പള്ളിയുടെ പുറംലുക്കുള്ള ആ കെട്ടിടം യാഥാർത്ഥ്യത്തിൽ മയക്കുമരുന്ന് നിർമ്മാണശാലയാണ് എന്നും മിസ്റ്റർ കിം ഒരു രോഷത്തിന്റെ പുറത്ത് റസലിനോട് പറഞ്ഞു. റസൽ കൂടുതലായൊന്നും മിസ്റ്റർ കിമ്മിനോട് ചോദിക്കാൻ നിന്നില്ല. അവിടം വിട്ടിറങ്ങി തിരികെ പോന്നു. കാറിലേക്ക് റസൽ തിരികെ കയറുമ്പോൾ കാറിനകത്ത് റസലിന്റെ പഴയ കോവർക്കർ ഉണ്ടായിരുന്നു. മിസ്റ്റർ കിം പറഞ്ഞതത്രയും റെക്കോർഡ് ചെയ്തെടുത്ത ഡിവൈസ് റസൽ അയാൾക്ക് കൈമാറി. മിസ്റ്റർ കിമ്മിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കുവാൻ ആ തെളിവ് ധാരാളമായിരുന്നു. ആ സമയം ആ കൂട്ടുകാരൻ റസലിനോട് ചോദിച്ചു, ബാക്കി എല്ലാവരെയും നീ വകവരുത്തിയല്ലോ, ഇയാളെ മാത്രമെന്താ നീ ഇങ്ങനെ ജീവനോട് വിടുന്നേ? ബാക്കിയുള്ളവരൊക്കെ എളുപ്പത്തിൽ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ജയിലിനകത്ത് കിടന്ന് ഇയാളെ കുറച്ച് നരകിക്കണം, അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതാ ഇത് എന്നായിരുന്നു റസലിന്റെ മറുപടി. ശേഷം ജെയ്ഡനെയും കൂട്ടി ആ നഗരം വിട്ട് ദൂരെ ഒരിടത്തേക്ക് റസൽ പോയി. തന്റെ മകനെ പോലെ ജെയ്ഡനെ കരുതിയിരുന്ന റസൽ അവിടെ സന്തോഷത്തോടെ ജെയ്ഡനൊപ്പം ജീവിക്കാൻ ആരംഭിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.